മലയാള ചെറുകഥാ സാഹിത്യത്തിൻ്റെ കുലപതിയായ ശ്രീ ടി പത്മനാഭൻ്റെ കഥയും പൊരുളും എന്ന പുസ്തകമാണ് ഇന്ന് പരിചയപ്പെടുത്തുന്നത്. എൻ്റെ കഥ എൻ്റെ ജീവിതം എന്ന ആദ്യ ഭാഗത്തിൽ അദ്ദേഹത്തിൻ്റെ കഥയെഴുത്തിൻ്റെ തുടക്കമാണ് എഴുതി ചേർത്തിരിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ ജീവിതാനുഭവത്തിൻ്റെ ആദ്യ കാലഘട്ടങ്ങളാണ് എഴുതി ചേർത്തിരിക്കുന്നത്. കഥയിലേക്ക് പോവാം. എൻ്റെ കഥ എൻ്റെ ജീവിതം. 1948 എൻ്റെ ആദ്യത്തെ കഥ വെളിച്ചം കണ്ടത്. ഞാനന്ന് സ്കൂൾ വിദ്യാർത്ഥിയായിരുന്നു. ഒരു കഥാകൃത്താണെന്നോ അല്ലെങ്കിൽ ആകണമെന്നോ ഉള്ള വിശ്വാസമോ ആഗ്രഹമോ ഒന്നും എനിക്കുണ്ടായിരുന്നില്ല. എൻ്റെ പരിചയ സീമയിൽ കഥകൾ എഴുതുന്ന ആരും ഉണ്ടായിരുന്നില്ല താനും. എന്നിട്ട് ഞാനൊരു കഥ എഴുതി, അല്ലെങ്കിൽ എഴുതിപ്പോയി. ഒരു മൊട്ട് വിടർന്ന് പൂവാകുന്നത് പോലെ തീർത്തും സ്വാഭാവികമായ ഒരു പ്രക്രിയയായിരുന്നു അത്. എങ്കിലും ഇപ്പോൾ ഇത്രയും കൊല്ലങ്ങൾ കഴിഞ്ഞതിന് ശേഷം അതിനെക്കുറിച്ച് ആലോചിക്കുമ്പോൾ എനിക്ക് തോന്നുന്നത് എൻ്റെ ആദ്യത്തെ കഥയെഴുത്തിന് പിറകിൽ ബോധപൂർവമല്ലാത്ത ഒരു നീണ്ട തയ്യാറെടുപ്പ് ഉണ്ടായിരുന്നുവെന്നാണ് ഞാൻ വ്യക്തമാക്കാം. സാമാന്യം വലിയ ഒരു കൂട്ടുകുടുംബത്തിലായിരുന്നു എൻ്റെ ജനനം. അച്ഛനെ കണ്ട ഓർമ്മ എനിക്കില്ല. ഞാൻ വളരെ ചെറിയ കുട്ടിയായിരുന്നപ്പോൾ തന്നെ അച്ഛൻ മരണപ്പെട്ടിരുന്നു. കുടുംബത്തിന് വേണ്ടി എന്തെങ്കിലും സമ്പാദിച്ചു വയ്ക്കുവാൻ അദ്ദേഹത്തിന് കഴിഞ്ഞിരുന്നില്ല. 4 മക്കളിൽ ഇളയവനായിരുന്നു ഞാൻ. അമ്മ ഏറെ കഷ്ടപ്പെട്ടാണ് ഞങ്ങളെ വളർത്തിയത്. സ്നേഹം മാത്രം കൈമുതലായുള്ള അമ്മയുടെ അമ്മാവനെയും ഞാൻ ഓർക്കുന്നു. പട്ടിണിയുടെയും ഇല്ലായ്മകളുടെയും നടുവിലാണ് ഞാൻ ബാല്യം കഴിച്ചത്. എങ്കിലും ആ ഇല്ലായ്മകളെയും മധുരതരമാക്കിയ മറ്റൊരനുഭവം എനിക്കുണ്ടായിരുന്നു. പുസ്തകങ്ങൾ. വീട്ടിൽ പുസ്തകങ്ങളുണ്ടായിരുന്നു. എല്ലാവരും, പ്രത്യേകിച്ച് സ്ത്രീകൾ, വായിക്കുന്നവരുമായിരുന്നു. അല്ലെങ്കിൽ എന്തിന് എൻ്റെ വീടിനെക്കുറിച്ച് മാത്രം ഞാൻ പറയണം? പള്ളിക്കുന്നെന്നാൽ എൻ്റെ ഗ്രാമത്തിലെ എല്ലാ വീടുകളിലും പുസ്തകങ്ങളുണ്ടായിരുന്നു. വീട്ടുകാർ അങ്ങോട്ടും ഇങ്ങോട്ടും പുസ്തകങ്ങൾ കൈമാറുകയും ചെയ്തു. കുളപ്പടവുകളിലും അമ്പലപ്പറമ്പുകളിലും വെച്ച് വായിച്ച പുസ്തകങ്ങളെക്കുറിച്ച് ചർച്ച ചെയ്യുകയും ചെയ്തു. അന്ന് ആ പഴയ കാലത്ത് തന്നെ ബംഗാളിൽ നിന്നുള്ള മികച്ച ഗ്രന്ഥങ്ങൾ, നോവലുകളും ചെറുകഥകളും നാടകങ്ങളുമൊക്കെ മലയാളത്തിൽ തർജ്ജമ ചെയ്യപ്പെട്ടിരുന്നു. അതുകൊണ്ട് വളരെ ചെറുപ്പത്തിൽ തന്നെ ബങ്കിം ചന്ദ്രൻ്റെയും രമേശ് ചന്ദ്രൻ്റെയും ടാഗോറിൻ്റെയും ഒക്കെ കൂടെ എനിക്ക് സന്തോഷപൂർവ്വം നടക്കാൻ കഴിഞ്ഞു. കൃഷ്ണകാന്തൻ്റെ മരണപത്രവും താലപുഷ്കരവും ദുർഗേശനന്ദിനിയും കാബൂളിവാലയും മറ്റും എൻ്റെ കുഞ്ഞു മനസ്സിൽ നിത്യഭാസുരമായ ഒരു നവലോകം സൃഷ്ടിച്ചു. ഈ കാലത്ത് തന്നെ എലമെൻ്ററി സ്കൂൾ വിദ്യാർത്ഥിയായിരുന്നപ്പോൾ തന്നെ ഞാൻ എൻ്റെ ഭാഷയിലെ മഹാന്മാരായ എഴുത്തുകാരുടെ, വിശേഷിച്ച് കവികളുടെ കൃതികളും വായിക്കുന്നുണ്ടായിരുന്നു. ഈ പുസ്തകങ്ങൾ എന്നെക്കൊണ്ട് വായിപ്പിച്ചത് സഹൃദയനും സ്നേഹനിധിയുമായ ഒരു അധ്യാപകനായിരുന്നു. ഈ അധ്യാപകൻ തന്നെയാണ് വിക്ടർ ഹ്യൂഗോയുടെ പാവങ്ങൾ എനിക്ക് വായിക്കാൻ തന്നതും. പാവങ്ങൾ എൻ്റെ മനസ്സിനെ വല്ലാതെ ഇളക്കി മറിച്ചു. എൻ്റെ നാട്ടിൻപുറത്തും ചുറ്റുവട്ടത്തും ചെറുതും വലുതുമായ ധാരാളം വായനശാലകളും ഗ്രന്ഥാലയങ്ങളും ഉണ്ടായിരുന്നു. ഇവയിൽ ഏറിയ കൂറിൻ്റെയും പിറകിലുണ്ടായിരുന്നത് ഇടതുപക്ഷ ആഭിമുഖ്യമുള്ള തൊഴിലാളി സഖാക്കളായിരുന്നു. ഈ വായനശാലകൾ ഇന്ത്യയുടെ സ്വാതന്ത്ര്യത്തിന് ഭടന്മാരെ സജ്ജരാക്കുന്ന ഗൂഢമായ പണിശാലകളായിരുന്നു. സമയം കിട്ടുമ്പോഴൊക്കെ ഇവിടെ പോയി ഞാൻ വായിച്ചതിൽ കൂടുതലും രാഷ്ട്രീയ ഗ്രന്ഥങ്ങളായിരുന്നു. പിന്നെ മിതവാദി, മാതൃഭൂമി തുടങ്ങിയ പ്രസിദ്ധീകരണങ്ങളുടെ പഴയ ലക്കങ്ങളും മുതിർന്ന പ്രവർത്തകരുടെ സംസാരം ശ്രദ്ധാപൂർവം കേൾക്കുന്നതും എൻ്റെ ശീലമായിരുന്നു. ജാലിയൻ വാലാബാഗ്, ലാലാ ലജ്പത് റായ്, ഭഗത് സിംഗ്, സുഖ്ദേവ്, രാജ്ഗുരു, ചന്ദ്രശേഖർ ആസാദ്. 1940 ഗാന്ധിജി വ്യക്തി സത്യാഗ്രഹം ആരംഭിച്ചു. കോൺഗ്രസിൻ്റെ സമുന്നതരായ 3 നേതാക്കൾ മലബാറിലേക്ക് വന്നു. ഇവരുടെ കൂടെ ആവേശഭരിതരായി 3 ദിവസം കിലോമീറ്ററുകളോളം ഞാനും നടന്നു. അന്ന് എനിക്ക് വയസ്സ് 9. 1942 ക്വിറ്റ് ഇന്ത്യ സമരം. ഗാന്ധിജി ഇന്ത്യക്കാരോട് പറഞ്ഞു, പ്രവർത്തിക്കുക അല്ലെങ്കിൽ മരിക്കുക. ഞാൻ പഠിച്ചിരുന്ന വിദ്യാലയത്തിൻ്റെ പുറം ചുമരുകളിൽ മുഴുവൻ ഘോരമായ മുദ്രാവാക്യങ്ങൾ എഴുതി വച്ച് ശിക്ഷ ഏറ്റുവാങ്ങി. ഇത്രമാത്രമല്ലേ എനിക്ക് ചെയ്യാൻ കഴിഞ്ഞുള്ളൂ എന്നോർക്കുമ്പോൾ എനിക്ക് സങ്കടവും ലജ്ജയുമുണ്ട്. 1945 പഴയ മദിരാശി സംസ്ഥാനത്ത് പൊതു തെരഞ്ഞെടുപ്പ് വന്നപ്പോൾ ഞാൻ എൻ്റെ നാട്ടിലെ
കോൺഗ്രസിൻ്റെ വിദ്യാർത്ഥി വിഭാഗമായ സ്റ്റുഡൻസ് കോൺഗ്രസിൻ്റെ സെക്രട്ടറിയായിരുന്നു. അസംബ്ലി തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥികളെ വിജയിപ്പിക്കാൻ ആഹ്വാനം ചെയ്തുകൊണ്ട് ഞാൻ കണ്ണൂർ മുതൽ മലബാറിൻ്റെ തെക്കേ അറ്റമായ പാലക്കാട് വരെ പ്രസംഗിച്ചു നടന്നു. ഇതിനിടയിൽ കൊച്ചിയിലും ചെന്നു. അത് ആവേശം നിറഞ്ഞ നാളുകളായിരുന്നു. എന്തിനാണ് ഇപ്പോൾ ഇതൊക്കെ പറയുന്നതെന്ന് ചോദിച്ചാൽ എനിക്ക് തോന്നുന്നത് എൻ്റെ ആദ്യത്തെ കഥയായ കുറ്റവാളിയുടെ പിറകിൽ ഈ അനുഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നു എന്നാണ്. സ്കൂൾ ഫൈനൽ വിദ്യാർത്ഥിയായിരുന്നപ്പോൾ ഞാൻ എന്തോ ആവശ്യത്തിന് കണ്ണൂർ റെയിൽവേ സ്റ്റേഷനിൽ ചെന്നതായിരുന്നു. അവിടെ 2 പോലീസുകാർ ഒരു ചെറുപ്പക്കാരനെ വലിച്ചിഴച്ചു കൊണ്ടുപോകുന്നത് കണ്ടു. ഓഫീസിൽ നിന്ന് പിന്നെ കേട്ടത് ചെറുപ്പക്കാരൻ്റെ നിലവിളിയായിരുന്നു. പ്ലാറ്റ്ഫോമിൽ കൂടി നിന്നവരോട് ചോദിച്ചപ്പോൾ ചെറുപ്പക്കാരൻ പോക്കറ്റടിക്കാരനാണെന്നാണ് പറഞ്ഞത്. ആരുടെ, എപ്പോൾ എന്നൊന്നും ആർക്കും വ്യക്തമായി പറഞ്ഞു തരാൻ കഴിഞ്ഞില്ല. ആർക്കും അതിലൊന്നും താല്പര്യമുണ്ടായിരുന്നുമില്ല. ഒരുത്സവം കാണുന്നത് പോലെയായിരുന്നു എല്ലാവരും. അന്ന് രാത്രി എനിക്ക് ഉറങ്ങാൻ കഴിഞ്ഞില്ല. അടിക്കല്ലേ അടിക്കല്ലേ എന്ന ചെറുപ്പക്കാരൻ്റെ ദയനീയമായ അപേക്ഷ കാതിൽ അലച്ചുകൊണ്ടേയിരുന്നു. ഞാൻ ആലോചിച്ചു, എന്തിനായിരിക്കാം ആ ചെറുപ്പക്കാരൻ പോക്കറ്റ് അടിച്ചിട്ടുണ്ടാവുക? ആരുടെ പോക്കറ്റാണ് അയാൾ അടിച്ചത്? അല്ലെങ്കിൽ അങ്ങനെയൊരു സംഭവം തന്നെ അങ്ങനെയും വരാമല്ലോ. പോലീസുകാർ കരുതിക്കൂട്ടി ഒരു കാരണമുണ്ടാക്കി. പിറ്റേന്ന് രാവിലെ എൻ്റെ മനസ്സിലുള്ളത് മുഴുവൻ ഞാൻ കടലാസിൽ കുറിച്ചിട്ടു. എൻ്റെ കടിഞ്ഞൂൽ കൃതിയുടെ പിറവിയെക്കുറിച്ചാണ് ഞാൻ പറയുന്നത്. ഇതിനുശേഷം ഞാൻ പതിവായി കഥ എഴുതാൻ തുടങ്ങി. എൻ്റെ ഭാഷയിലെ പ്രധാനപ്പെട്ട പ്രസിദ്ധീകരണങ്ങളിലെല്ലാം തന്നെ ഞാൻ എഴുതി. പ്രശസ്തരായ വിമർശകന്മാരുടെയും സാഹിത്യ നായകന്മാരുടെയും പത്രാധിപന്മാരുടെയും പ്രശംസ എൻ്റെ കഥകൾക്ക് ലഭിച്ചു. കോളേജ് ജീവിതം അവസാനിക്കുന്നതിന് മുമ്പായി തന്നെ മലയാളത്തിലെ പ്രമുഖ കഥാകൃത്തുക്കളുടെ നിരയിൽ എനിക്ക് സ്ഥാനം ലഭിച്ചു കഴിഞ്ഞിരുന്നു. പക്ഷേ ഇങ്ങനെയൊക്കെയാണെങ്കിലും സാമൂഹ്യ സമ്മർദ്ദങ്ങൾക്ക് വഴങ്ങി ഞാൻ ഒരിക്കലും കഥ എഴുതിയിട്ടില്ല. എഴുതിയേ കഴിയൂ എന്ന് വരുമ്പോൾ മാത്രം എഴുതി. ഒരു ബീജം മനസ്സിൽ വന്നു പെട്ടാൽ അതുമായി ആഴ്ചകളോ മാസങ്ങളോ ചിലപ്പോൾ കൊല്ലങ്ങൾ തന്നെയോ നടന്ന് ഇനി ഒരു നിമിഷം പോലും കാത്തു നിൽക്കാൻ കഴിയില്ല എന്ന ഘട്ടം വരുമ്പോൾ മാത്രം ഞാൻ എഴുതി. അതുകൊണ്ട് തന്നെ എൻ്റെ ഭാഷയിലെ മറ്റെഴുത്തുകാരുമായി താരതമ്യപ്പെടുത്തുമ്പോൾ ഞാൻ എഴുതിയ കഥകളുടെ എണ്ണം വളരെ കുറവാണ്. 66 വർഷത്തെ എഴുത്തു ജീവിതത്തിനിടയിൽ 190-ൽ താഴെ കഥകൾ മാത്രം. എൻ്റെ കഥകൾ സംഭവ പ്രധാനമല്ല. പ്രത്യക്ഷത്തിൽ കാണുന്നതിൻ്റെ അപ്പുറത്തുള്ളതിനെ കാണാനാണ് ഞാൻ ശ്രമിച്ചത്. മനസ്സിൻ്റെ ആഴങ്ങളിൽ സംഭവിക്കുന്നതിനെ മറനീക്കി കാണിക്കാൻ ഞാൻ എൻ്റെ കഥകളിലൂടെ ശ്രമിച്ചു. ഇത്തരത്തിൽ എഴുതപ്പെട്ട കഥകൾ എൻ്റെ ഭാഷയിൽ വേറെ ഏറെയുണ്ടെന്ന് തോന്നുന്നില്ല. പ്രകൃതിയും മനുഷ്യനുമായുള്ള അഭേദ്യ ബന്ധം എൻ്റെ കഥയിൽ ആദ്യം മുതൽക്കേ മുഖ്യധാരയായി പ്രവർത്തിച്ചു. പരിസ്ഥിതിയെ നശിപ്പിച്ചുകൊണ്ടുള്ള അവൻ്റെ പോക്ക് സർവനാശത്തിലേക്കാണ് എന്ന് എൻ്റെ കഥകൾ വ്യക്തമാക്കി. 9,000-ഓളം ജീവനക്കാരുള്ള ഒരു രാസവള ഫാക്ടറിയിൽ 1/4 നൂറ്റാണ്ട് ഞാനൊരു ജീവനക്കാരനായിരുന്നു. മനുഷ്യൻ എങ്ങനെയാണ് നിസ്സഹായയായ പ്രകൃതിയെ സ്വാർത്ഥ ലാഭങ്ങൾക്ക് വേണ്ടി ചൂഷണം ചെയ്യുന്നതെന്നും ഒടുവിൽ ചുട്ടരിക്കുന്നതെന്നും ഞാൻ നേരിട്ട് കണ്ടു. ഈ അനുഭവങ്ങളിൽ നിന്നാണ് സാക്ഷി പോലുള്ള എൻ്റെ കഥകൾ ജന്മമെടുത്തത്. സാന്ദർഭികമായി പറയട്ടെ, സാക്ഷി എന്ന എൻ്റെ കഥാസമാഹാരം കേരള സാഹിത്യ അക്കാദമി പുരസ്കാരത്തിന് അർഹമായിട്ടുണ്ട്. പക്ഷേ ആ പുരസ്കാരം ഞാൻ സ്വീകരിച്ചിട്ടില്ല. ഒരെഴുത്തുകാരൻ അക്കാദമിയുടെ സാഹിത്യ പുരസ്കാരം നിരസിക്കുന്ന ആദ്യത്തെ ഇന്ത്യൻ അനുഭവമാണത്. കൂട്ടത്തിൽ പറയട്ടെ, കേന്ദ്ര സാഹിത്യ അക്കാദമി എൻ്റെ ഗൗരി എന്ന കഥാസമാഹാരത്തിന് നൽകിയ പുരസ്കാരവും ഞാൻ സ്വീകരിച്ചിട്ടില്ല. സ്വീകരിക്കാത്ത പുരസ്കാരം വേറെയുമുണ്ട്. എൻ്റെ പുസ്തകങ്ങൾക്കൊന്നും ഞാൻ സ്വന്തമായി മുഖവുര എഴുതുകയോ വേറെ ഏതെങ്കിലും പ്രശസ്തരെ കൊണ്ട് അവതാരിക എഴുതിക്കുകയോ ചെയ്തിട്ടില്ല. ഒരു പതിവെന്നോണം എനിക്കിഷ്ടപ്പെട്ട ഒരു കവിയുടെ 2-4 വരികൾ ഒരു മുഖക്കുറിപ്പായി എടുത്ത് ചേർക്കുക മാത്രം ചെയ്തു. കൂടുതലും എഴുതിയിട്ടുള്ളത് മഹാകവി കുമാരനാശാൻ്റെ വരികളാണ്. കുമാരനാശാൻ ഞാൻ ഏറെ ബഹുമാനിക്കുകയും സ്നേഹിക്കുകയും ചെയ്യുന്ന കവി. അദ്ദേഹം മഹാകാവ്യം എഴുതിയില്ല. കൊച്ചു കവിതകളും ഖണ്ഡകാവ്യങ്ങളും മാത്രം എഴുതി. എന്നിട്ടും ആളുകൾ അദ്ദേഹത്തെ മഹാകവി എന്ന് വിളിച്ചു. ജനമനസ്സുകളിൽ അദ്ദേഹത്തിൻ്റെ സ്ഥാനം അദ്വിതീയമായിരുന്നു. എൻ്റെ പല കഥകളിലും അദ്ദേഹത്തിൻ്റെ പദ്യശകലങ്ങൾ സ്വാഭാവികമായി കടന്നു വന്നിട്ടുണ്ട്. ഇന്ത്യ കണ്ട എക്കാലത്തെയും വലിയ സാമൂഹ്യ പരിഷ്കർത്താവും കവിയും മഹർഷിയുമായ ശ്രീനാരായണ ഗുരുവിൻ്റെ അരുമ ശിഷ്യനായിരുന്നു കുമാരനാശാൻ. നാരായണ ഗുരുവിൻ്റെ മഹത്വം വ്യക്തമാക്കാൻ ഒരു കാര്യം മാത്രം പറഞ്ഞാൽ മതി. ഇന്ത്യയുടെ തെക്കേ അറ്റത്തുള്ള അദ്ദേഹത്തിൻ്റെ ആശ്രമത്തിൽ
അദ്ദേഹത്തിൻ്റെ വാക്കുകൾ കേൾക്കാൻ ചെന്ന മഹാത്മാക്കളുടെ കൂട്ടത്തിൽ ഗുരുദേവ് ടാഗോറും ഗാന്ധിജിയും ഉണ്ടായിരുന്നു. നാരായണ ഗുരു കുമാരനാശാനെ വിദ്യാഭ്യാസത്തിനായി ബാംഗ്ലൂരുവിലും കൽക്കത്തയിലും അയച്ചതും ഞാൻ ഓർക്കുന്നു. മഹാനായ ഈ കവി ഒരു ബോട്ടപകടത്തിൽ അകാല ചരമം പ്രാപിക്കുകയാണുണ്ടായത്. 1-2 കാര്യങ്ങൾ കൂടി പറഞ്ഞ് ഞാൻ നിർത്തട്ടെ. 25 വർഷങ്ങൾക്ക് മുൻപ് ഭാരതീയ ശ്രേഷ്ഠ കഹാനിയ എന്ന പേരിൽ ഒരു പുസ്തകം എനിക്ക് ലഭിക്കുകയുണ്ടായി. ഇന്ത്യൻ ഭാഷകളിലെ പ്രശസ്തവും ശ്രേഷ്ഠവുമായ ചെറുകഥകളുടെ ഒരു സമാഹാരമായിരുന്നു അത്. ആ പുസ്തകത്തിൽ എൻ്റെ ഒരു കഥയും ഉണ്ടായിരുന്നു. എൻ്റെ കൂടെയുണ്ടായിരുന്ന മറ്റെഴുത്തുകാർ ഗുരുദേവ് ടാഗോർ, താരാശങ്കർ ബന്ധോപാധ്യായ, വിഭൂതിഭൂഷൺ തുടങ്ങിയവരായിരുന്നു. വായിക്കാൻ തുടങ്ങിയ കാലം മുതലേ ഞാൻ മനസ്സിൽ പ്രതിഷ്ഠിച്ചിരുന്ന മഹാരഥന്മാരുടെ കൂടെ എൻ്റെയും പേര് കണ്ടപ്പോൾ എനിക്കുണ്ടായ സന്തോഷം ചെറുതൊന്നുമായിരുന്നില്ല. ഓർക്കുമ്പോൾ അന്നനുഭവിച്ച ആനന്ദാതിരേകം ഇപ്പോഴും ഞാൻ അനുഭവിക്കുന്നു. ഈ പുസ്തകം പ്രസിദ്ധീകരിച്ച ഭാരതീയ ഭാഷാ പരിഷത്തിന് എൻ്റെ നന്ദി. ദീർഘമായ ഒരു യാത്രയ്ക്ക് ശേഷം പഥികൻ അവൻ്റെ ലക്ഷ്യത്തിലേക്ക് എത്തുകയാണ്. പ്രശസ്ത കവയിത്രി സുഗതകുമാരി പാടുന്നു. വേണം താവളമൊന്നു രാവു കഴിവാൻ, മൂകാന്തകാരത്തിനാൽ കാണാതായി വഴി, ദൂരെയായി എവിടെയോ മിന്നുന്നു ദീപാങ്കുരം. ആദ്യത്തെ ജ്ഞാനപീഠ ജേതാവായ ശ്രീ ശങ്കരക്കുറുപ്പ് അദ്ദേഹത്തിൻ്റെ പഥികൻ്റെ പാട്ടിൽ മുകളിൽ മിന്നുന്നൊരു താരമേ ചൊൽക നീ, അകലെയെങ്ങാനും പ്രഭാതമുണ്ടോ, മൂകാന്തകാരത്തിൻ വഴിനിൽപ്പ് പോലെ കാണാൻ കഴിയുന്നില്ലെങ്കിലും അകലെ വിദൂരതയിൽ മിന്നി നിൽക്കുന്ന ആ ദീപാങ്കുരത്തെ ലക്ഷ്യമാക്കിക്കൊണ്ട് പുലരുവാൻ പോകുന്ന ആ പ്രഭാതത്തിലേക്ക് പഥികൻ നടന്നെടുക്കുന്നു ശുഭപ്രതീക്ഷകളോടെ. ഇതാണ് 1-ാം ഭാഗം.